ഓപ്പറേഷൻസ്. ശരി, ശ്രീ ഒ കെ ഫാറൂഖ് അതിനുള്ള മറുപടി. ആ 3 KSUക്കാരെയാണ് ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് ശ്രീ ബി ജയരാജ് വിശേഷിപ്പിക്കുന്നത്. ശ്രീ ഒ കെ ഫാറൂഖ്, ഈ ജയരാജൻ സത്യത്തില് ഈ നാഗ്പൂരിൽ നിന്നാണോ സംസാരിക്കുന്നത്? RSSന്റെ കാര്യാലയത്തിൽ നിന്നാണോ? എനിക്കൊരു സംശയമുണ്ട്. എന്തുവാ ഈ പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് ഒരു സമരം നടത്തിയാൽ, ഒരു പ്രതിഷേധം നടത്തിയാൽ, ഗവൺമെന്റിനെതിരെ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവർ രാജ്യദ്രോഹികൾ. ശ്രീ ജയരാജ്, നിങ്ങളൊക്കെ RSSന്റെ നാമം ഞങ്ങൾക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇന്ത്യ രാജ്യത്ത് ഈ ഗവൺമെന്റിനെതിരെ, രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ധ്വംസനം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ നമ്മൾ ശബ്ദിച്ചാൽ നമ്മളെ എല്ലാവരും പറയും രാജ്യദ്രോഹികളാണ്. ഇപ്പോൾ CPM ഇടതുപക്ഷത്തിന്റെ ഈ മന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ, CPMനെതിരെ, പിണറായിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയാൽ മുസ്ലിം തീവ്രവാദികൾ. ഇതാണ് ഞാൻ പറയുന്നത്. RSS ആരാ, CPM ആരാണെന്ന് നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയുന്നില്ല. രണ്ടും ഒരു നാണയത്തിന്റെ 2 വശമല്ല, രണ്ടും ഒരു വശമായി മാറിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് പറയാം, അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ, അതൊക്കെ പിൻവലിക്കാൻ തയ്യാറാവണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. വളരെ മോശം. കേരള സമൂഹം കാണുന്നുണ്ട്. താങ്കൾ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു ആളായിട്ട് വന്ന് ഇരുന്നിട്ട് ഇമ്മാരിത്തെ വർത്തമാനം പറയുന്നത്. ഡോക്ടർ ബി ജയരാജ് ആദ്യം പറഞ്ഞ കാര്യം, ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്ന്. അല്ല, ഞാൻ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പൊ ഞാൻ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യത്തിനുള്ളതാണ്. ഒരു പ്രതിഷേധം നടത്തി ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാര് ആ യൂത്ത് കോൺഗ്രസിന്റെ ഇവിടുത്തെ ഈ നെറികേടുകൾക്കെതിരെ ശബ്ദിച്ചതാണ്. മനസ്സിലായില്ലേ? അവിടെ ഇത്തരം വർത്തമാനങ്ങൾ പറയരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയണം. രണ്ടാമത്, ഇനി എന്താണ് ഇവിടെ സംഭവം നടന്നത്? യഥാർത്ഥത്തിൽ ശ്രീ മഞ്ജുഷേ, ഞാൻ ഇതിനൊരു സിനിമ പോലെയാണ് കാണുന്നത്. ആരോഗ്യമന്ത്രിയുടെ പെടലിക്കഥ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതിന്റെ സംവിധായകൻ AN ഷംസീർ എന്ന് പറയുന്ന സ്പീക്കറാണ്. ഇതിന്റെ തിരക്കഥ എന്ന് പറയുന്നത് നമ്മുടെ കിണറേഷ് ഉണ്ടല്ലോ, കിണറേഷ് ഫ്രം AKG സെൻട്രൽ നിന്നാണ് അദ്ദേഹം ഈ തിരക്കഥ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇതിന്റെ അഭിനേതാവ് ആരാന്ന് ചോദിച്ചാൽ വീണ ജോർജ്. കഴിഞ്ഞ ദിവസം, ഇന്നലെ രാത്രി മുതൽ കേരളത്തിന്റെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട പല നടന്മാരും നടിമാരും ഒക്കെ സങ്കടത്തോടു കൂടി മൂക്കിന് മുകളിൽ കൈവച്ചിട്ടിരിക്കുകയാണ്. അവരൊക്കെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഞങ്ങളെക്കാളും വലിയ അഭിനയത്തിന്റെ ആളുകളായി CPMലെ ഈ വീണ ജോർജും AN ഷംസീറും മുഖ്യമന്ത്രിയൊക്കെ മാറിയല്ലോ, ഞങ്ങളൊക്കെ ഇപ്പൊ ഫീൽഡ് ഔട്ട് ആവുമല്ലോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ ഇവിടെ നടന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. പ്രതിഷേധത്തിന്റെ അതിർവരമ്പ് എഴുതാം. ഒന്ന് പറഞ്ഞേ. പ്രതിഷേധിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതിന് അതിർവരമ്പുകളില്ല. ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ വന്നതല്ല. ഞങ്ങൾ എന്തിനാണ് ഇവിടെ പ്രതിഷേധം നടത്തിയത്? ഞങ്ങൾ ആരോഗ്യ വകുപ്പ്, ഇവിടെ 20 മന്ത്രിമാരുണ്ടല്ലോ. ഇപ്പൊ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നേരെ മാത്രം എന്താ പ്രതിഷേധം നടത്താൻ കാരണം? ഇവിടെ ഇപ്പോൾ കുറച്ച് റീസെന്റ് നമുക്കറിയാം കുറെ സംഭവങ്ങൾ ഉണ്ടായി. ആ സംഭവങ്ങളിൽ അവസാനം ആലപ്പുഴ നമുക്കൊരു മെഡിക്കൽ കോളേജിനകത്ത് ഉഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക വെച്ചത് ഈ ഭരണകൂടത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ നിസ്സംഗതയും കെടുകാര്യസ്ഥതയും മൂലം ആ പാവപ്പെട്ട സ്ത്രീ 5 വർഷം കത്രിക കൊണ്ട് നടന്നു. എന്നിട്ട് അവര് പറയാണ്, ആശുപത്രിയിൽ പോയി ചെന്നാൽ, ഈ ഗവൺമെന്റ് ആശുപത്രിയിലേ പോകാൻ കഴിയുന്നുള്ളൂ, അവിടുത്തെ ഡോക്ടർമാർ പറയാണത്രേ അത് കിഡ്നി സ്റ്റോൺ ആണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിടുകയാണ്. അവസാനം സ്കാൻ ചെയ്തപ്പോഴാണ് വിവരം അറിയുന്നത്. ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ്. പാലക്കാട് ജില്ലയിലെ പല്ലശ്ശനയില് 9 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. പേര് വിനോദിനി എന്നാ. കേൾക്കണം ശ്രീ ജയരാജെ, ഞങ്ങൾ എന്തിനാ സമരം നടത്തിയെന്ന് പറഞ്ഞുതരാം. ആ കുഞ്ഞ് ഒന്ന് കളിക്കുന്നതിനിടയിൽ ഒരു വീണു, കയ്യിലൊരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായി. നേരെ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി. അവർ ഒരു തരത്തിലുള്ള ശുശ്രൂഷ നടത്താതെ നേരെ കുറച്ചു ബാൻഡേജ് കെട്ടിപ്പൊതിഞ്ഞിട്ട് വിട്ടു. ആ കുഞ്ഞിന്റെ കൈ ചീഴിയാണ്, ആ കുഞ്ഞിന്റെ കൈ പഴുക്കുകയാണ്. എന്നിട്ട് പിന്നീട് അവസാനം ആ കുഞ്ഞിനൊരു ആശുപത്രി കൊണ്ടുപോയിട്ട് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ കൈ വെട്ടി, കൈ മുറിച്ചു മാറ്റിയിട്ട് ഇപ്പോ ഈ വീണ ജോർജ് പോയ ICU ഉണ്ടല്ലോ, ICU അതിനെ ഉപയോഗിക്കുക, തീവ്രപരിചരണ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. ആ കുഞ്ഞിനെ അവിടെ കിടത്തി. കുഞ്ഞ് ICUവിൽ നിന്ന് പുറത്തു വരുമ്പോൾ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കേൾക്കണം മിസ്റ്റർ ജയരാജ്, ഞങ്ങൾ സമരം നടത്തിയ അതിനാണ്, ഞങ്ങളെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന താങ്കളോട് എനിക്ക് പറയാനുള്ളത്. ആ കുഞ്ഞ് പറയാണ്, എൻ്റെ അമ്മേ, എൻ്റെ വലത് കൈ എവിടെയെന്ന്. വലത് കൈ ഈ ഭരണകൂടം എടുത്തുകൊണ്ടുപോയി. വലതു കൈ ഈ വീണ ജോർജിന്റെ കെടുകാര്യസ്ഥതയുടെ ഈ ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റം, ഈ ഫെയിലിയർ ആയ സിസ്റ്റം, ആ സിസ്റ്റം കൊണ്ടുപോയി. അതാണ് സത്യം. അതല്ലേ സത്യം? അങ്ങനെ
ആ കുഞ്ഞിന്റെ കൈ നഷ്ടപ്പെട്ടിട്ട്, കേൾക്കാമോ? പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം. ആ കുഞ്ഞിന്റെ കൈ നഷ്ടപ്പെട്ടിട്ട് മഞ്ജുഷെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ ഇവരാരും തയ്യാറായില്ല. ആ കുഞ്ഞ് എത്രയോ സ്വപ്നം കാണുന്ന ഒരു കുഞ്ഞാണ്. ഒരു കൃത്രിമ കൈ കൊടുക്കാൻ ഇവർ തയ്യാറായില്ല. അവസാനം ആ കുഞ്ഞിന് കൃത്രിമ കൈ കൊടുത്തത് പ്രതിപക്ഷ നേതാവ് അല്ല, ഹൃദയപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് 6 ലക്ഷം രൂപയുടെ ഒരു കൃത്രിമ കൈ കൊടുത്തത്. കുഞ്ഞിന് വീടിന് വേണ്ടിയുള്ള സ്ഥലവും. ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിയ 4 ഞങ്ങൾ KSUവിന്റെ സഹപ്രവർത്തകനെ അഭിവാദ്യം ചെയ്യുകയാണ്. ആരെങ്കിലും അവരെ ഈ മന്ത്രിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊരൊറ്റ ചോദ്യം. പക്ഷെ അവർക്ക് പരിക്ക് പറ്റിയത് ഈ KSUക്കാർ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർക്ക് പിടലിക്ക് പരിക്കേറ്റത്. ശ്രീ മഞ്ജുഷിനോട് ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ ആക്രമിച്ച ഏതെങ്കിലും? അങ്ങനെയല്ല, അവർ തന്നെത്താനെ സ്വന്തം പെടലി പിടിച്ച് തിരിച്ച് ഒടിച്ച് അഡ്മിറ്റ് ആയതാ. ഇപ്പൊ അങ്ങേര് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് സ്വന്തം പെടലി തിരിച്ച് തന്നെത്താൻ ഒടിച്ച് തന്നെത്താൻ അഡ്മിറ്റ് ആയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അരി തിന്നതും പോരാ, വഴിപോക്കനെ കടിച്ചതും പോരാ, പിന്നെ മുറുമുറുപ്പ് എന്ന് പറഞ്ഞ ഭാഷ ഞാൻ ആദ്യം ഉപയോഗിച്ചത് തന്നെയാണ്. എന്താണ് ഞാൻ ആ ഭാഷ ആദ്യം ഉപയോഗിച്ചതിന്റെ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ഇവര് ഇന്ന് വാട്സപ്പ് സന്ദേശമായിട്ട് വന്നല്ലോ, ഇന്ന് ഷാഫി പറമ്പിൽ വന്നല്ലോ. ഇതിനു മുമ്പ് കേരളം മുഴുവൻ പരന്നുകൊണ്ടിരുന്ന കുറെ വാട്സപ്പ് സന്ദേശങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ വലം കൈയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ എന്റെ പൊക്കിക്കൊണ്ട് വന്നില്ല. ഇപ്പോൾ ഇന്നൊരു വാട്സപ്പ് സന്ദേശമായിട്ട് പത്രസമ്മേളനം നടത്തുന്നു. അന്നേരം എവിടെയായിരുന്നു? മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. പാലക്കാടിന് ഒരു സമ്മാനം എന്ന് പറഞ്ഞ് കൊടുത്ത ഒരാള് സ്ത്രീ വിഷയത്തിൽ ഇടപെട്ട് നാറിപ്പോയപ്പോൾ ഒരക്ഷരം പോലും പറയാൻ ഉത്തരവില്ലാത്ത ഷാഫി പറമ്പിൽ ഇന്ന് രംഗത്തിറങ്ങിയല്ലോ. നാണമില്ലേ കോൺഗ്രസ്സുകാരാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പും കള്ളത്തരവുമായിട്ട്? ഈ ഞാൻ പറയട്ടെ, കോവിഡ് റാണി എന്നും നിപ്പ രാജകുമാരി എന്നും മുല്ലപ്പള്ളി രാമേന്ദ്രൻ വിളിച്ചതിന്റെ ഫലം താങ്കൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അനുഭവിച്ചല്ലോ. ഞാൻ പറഞ്ഞോട്ടെ. ഹലോ, ശ്രീ ഷാബു പ്രസാദ്, ഇന്ന് ഈ ആരോഗ്യമന്ത്രിയുടേതായിട്ട് പുറത്തു വന്ന സെൽഫി, ആരോഗ്യമന്ത്രി ആ നഴ്സുമാരോടൊപ്പം ഉള്ള ആ സെൽഫി, അത് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ഹാൻഡിലുകളിലൂടെയാണ്. ഇത് നേഴ്സ് തന്നെ വിശദീകരണവുമായി വന്നിട്ടുണ്ട്. നേഴ്സിനോട് വിശദീകരണവും ചോദിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. അതൊരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എടുത്തതാണ് എന്നുള്ളതാണ്. ഇതിനെ ഇത്രമാത്രം വിവാദമാക്കേണ്ടതുണ്ടോ? അതോ ഈ ICUവിലെ ചട്ടങ്ങളൊക്കെ ലംഘിച്ചോ ആരോഗ്യമന്ത്രി തന്നെ? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അല്ല, എനിക്ക് മനസ്സിലായത് ആ ഫോട്ടോ പുറത്തു വന്നതിന് ശേഷമാണ്. അതായത് ഈ സന്തോഷ നിമിഷങ്ങൾ ഉല്ലാസകരമാക്കുക എന്ന് ചില ഫാക്ടറികളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ അനാരോഗ്യകരമായ നിമിഷങ്ങളും ICU പോലുള്ള ഇടങ്ങളും ഉല്ലാസഭരിതമാക്കണം എന്ന പുതിയ നമ്മുടെ കേരളത്തിലെ പുതിയ ആരോഗ്യ വകുപ്പിന്റെ പുതിയ നയത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഉല്ലസിക്കുന്ന പടമൊക്കെ ഈ പുറത്തു വന്നിരിക്കുന്നത്. ശരി, അതായിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ ഈ അഭിനയത്തില് ഈ വീണ ജോർജ് കുറച്ചുകൂടെ പഠിക്കാനുണ്ട് കേട്ടോ. അതായത് പണ്ട് ഇവിടെ CBI അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം നമ്മുടെ P ജയരാജൻ ഒരു കിടപ്പ് കിടന്നത് ഓർമ്മയുണ്ടോ? വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്നും പറഞ്ഞുകൊണ്ടൊരു കിടപ്പ് കിടന്നായിരുന്നു. ബോധമില്ലാതെ കണ്ണു അടച്ച് വായും തള്ളി ഒരു കിടപ്പ് കിടന്നു. അതിന്റെ ചുറ്റും ഇങ്ങനെ ആള് തീർന്നു പോയോ എന്നുള്ള മട്ടില് ഇങ്ങനെ ദുഃഖഭാരത്തോടെ കുരുങ്ങി നിൽക്കുന്ന CPM നേതാക്കളുടെ ഒക്കെ ആ ഫോട്ടോ ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും. അത്രയും പോരാ, ആ ലെവലിലേക്ക് വീണ ജോർജ് കേജ്രിവാളിനടക്കം വെറുതെ വിട്ടിട്ടുണ്ട്. താങ്കൾ CBIയുടെ മഹത്വം ഒന്നും ഇവിടെ പറയണ്ട, CBIയുടെ മഹത്വം ഒന്നും താങ്കൾ പറയണ്ട. ഇന്ന് കേജ്രിവാളിനടക്കം വെറുതെ വിട്ടിട്ടുണ്ട്. മിണ്ടായിരിക്കണു, ചുമ്മാ കിടന്ന് വള 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 വളാന്നും പറഞ്ഞു. ഇനി ഇയാൾ ഇടപെടാനൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. അതൊക്കെ വിളിക്കുന്ന സ്ഥലത്ത് കാര്യത്തിലേക്ക് വരും. വേണ്ട, നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. ഷാബു പറയൂ. കാര്യാലയത്തിൽ പോയി വിളിച്ചാൽ മതി. അയാൾ ഇവിടെ കിടന്ന് വായി തളിച്ച അയാൾ ഈ വായിക്കൂടെ വിസർജിച്ചത് മുഴുവൻ ബാക്കിയുള്ളവർ കേട്ടില്ലേ? പിന്നെ ബാക്കിയുള്ളവന്റെ അത് കയറി ഉണ്ടാക്കാൻ വരുന്നത് എന്തിനാ? അത് താങ്കളാണ് ഓറൽ ഡയറി നടത്തുന്നത്. മിണ്ടായിരിക്കും ഇവിടെ.
ഇതൊക്കെ RSSന്റെ കാര്യാലയത്തിൽ പോയി പറഞ്ഞാൽ മതി, അല്ലെ BJP ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. ഇയാൾ ഇത്ര അസഹിഷ്ണുത ആവണമെന്ന കാര്യം എന്തെന്ന്? CBI ഇന്ന് കേജ്രിവാളിനെ വെറുതെ വിട്ടു എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. CBIയുടെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. ഞാൻ കുറച്ച് അസഹിഷ്ണുവാ, മിണ്ടായിരിക്കോട്ടെ. ഇനിയും അപ്പം ഇത് ഇവരുടെ സ്ഥിരം നമ്പറാണെന്നേ. ഒരു കാര്യം ഞാൻ പറയാം, വളരെ കൃത്യമായിട്ട് പറയാം മഞ്ജുഷേ, ഇവരുടെ കൃത്യമായ അജണ്ടയോട് കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തത്. പെട്ടെന്ന്, വളരെ പെട്ടെന്നുള്ള കാര്യം, ആ പ്ലാറ്റ്ഫോമിലെ ആ സംഭവം കഴിഞ്ഞിട്ട് ആ തേർഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഇവർ വരുമ്പോഴും ഇവർ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഷംസീർ അങ്ങോട്ട് എത്തിയതിന് ശേഷമാണ് ഇതിന്റെ കഥയുടെ ഗതി മാറുന്നത്. അത്രയും സമയത്തെ പ്ലാനിങ് ആണത്. ഇനി ഒരു കാര്യമുണ്ട്, ഇതുപോലെ ആക്രമിക്കപ്പെട്ട് പെടലി ഉളുക്കി അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിക്കുന്ന ഈ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ വിട്ടിട്ട് ഷംസീർ അടുത്ത ട്രെയിനിൽ കയറി സ്ഥലം വിട്ടു കേട്ടോ. അവരുടെ ഒപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പോലും നിന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ട് ഷംസീർ അവിടുന്ന് പോയി. പിന്നെ ഇത് ഇവരുടെ ഉദ്ദേശം നടന്നു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം ഇവർക്കറിയാം, ഇപ്പൊ ഇവർ ഈ കാണിച്ചത് മുഴുവൻ കോമാളിത്തരവാണെന്നും ഇത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.